നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയ വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ഡെവിളാണ്. ഏസ് ഓഫ് കപ്സ്, ടെൻ ഓഫ് കപ്സ്, King of Swords, Ace of Swords, Five of Pentacles, Four of Cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഏസ് ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് കപ്സ്. ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് അവരുടെ ഉള്ളിലെന്നാണ്. വളരെ ശുദ്ധമായ സ്നേഹവും ഈ ബന്ധം ഭാവിയിൽ ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിൽ എത്തിച്ചേരുമെന്ന തീവ്രമായ ആഗ്രഹവും അവർക്കുണ്ട്. ആ ഒരു ഹാപ്പി എൻഡിങ് സ്വപ്നം കാണുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്ന് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നു. കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ്. ഇവിടെ വലിയൊരു മാറ്റം വരുന്നു എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അവർ തികച്ചും വിവേകത്തോടെ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് കാണിക്കുന്നത് സത്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നാണ്. ഒരു വലിയ തിരിച്ചറിവ് അല്ലെങ്കിൽ ക്ലാരിറ്റി അവർക്ക് ലഭിച്ചിരിക്കുന്നു. കിങ് ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് ഈ ഇമോഷണൽ ആകാതെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. ദ ഡെവിൾ കാർഡാണ് നമുക്ക് ബോട്ടമായി കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് എന്തുകൊണ്ട് അകലാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം ഈ കാർഡാണ് നൽകുന്നത്. ഇതൊരു സാധാരണ പ്രണയത്തിനപ്പുറം വളരെ ആഴത്തിലുള്ള കാന്തിക ശക്തിയുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഉള്ളത്. വിട്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്ന്. മനസ്സുകൊണ്ട് അകലണമെന്ന് വിചാരിച്ചാലും ഏതോ ഒരു അദൃശ്യ ശക്തിയാൽ അവർ ഈ ബന്ധത്തിൽ വീണ്ടും വീണ്ടും വലിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധം ഉപേക്ഷിച്ച് പോയാൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം അവരെ അലട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്തു പോയാൽ ഉണ്ടാകുന്ന ശൂന്യതയെ നേരിടാൻ അവർക്ക് ധൈര്യമില്ലെന്നും ഈ കാർഡ് പറയുന്നു. 4 ഓഫ് കപ്സ് കാർഡ് ഇപ്പോൾ അവർ വളരെ നിരാശയോടും മടുപ്പോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ചുറ്റുമുള്ള സ്നേഹമോ മറ്റൊന്നും തന്നെ കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. പൂർണ്ണമായി ഈ ഒരു ബന്ധത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിലെ പോരായ്മകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴവർക്കുള്ളത്. അവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയാത്തത് ദ ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ വളരെ ശക്തമായ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ്. മനസ്സുകൊണ്ട് അവർ ഇപ്പോഴും സ്നേഹത്തിൻ്റെ പൂർണ്ണതയും സന്തോഷവും ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.